ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേരള PSC എക്സാം ടോപ്പർ. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 1852 പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ ജനിച്ചു. കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ് യഥാർത്ഥ പേര്. ആലത്തൂർ സ്വാമികൾ, ആലത്തൂർ ശിവയോഗി എന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്നു. പാലക്കാട് ജില്ലയിൽ ആലത്തൂരുള്ള വാനൂരിൽ 1891 ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത്. ആനന്ദമതം സ്ഥാപിച്ചതും അദ്ദേഹമാണ്. 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ച വാരികയാണ് സാരഗ്രാഹി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളാണ് വാഗ്ഭടാനന്ദൻ. 1929 ബ്രഹ്മാനന്ദ ശിവയോഗി അന്തരിച്ചു. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം പത്നിയായ യോഗിനി ദേവിയാണ് ആശ്രമ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. മോക്ഷദീപം, ശിവയോഗ രഹസ്യം, സിദ്ധാനുഭൂതി, ആനന്ദക്കമ്മി, ആനന്ദദർശനം തുടങ്ങിയവ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളാണ്. മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ്. എന്നാൽ മോക്ഷ പ്രദീപഖണ്ഡനം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ്. എന്നാൽ മോക്ഷപ്രദീപ ഖണ്ഡനം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അതുപോലെ തന്നെ ആനന്ദക്കുമ്മി, ജ്ഞാനക്കുമ്മി എന്നിവ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളാണ്. എന്നാൽ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ജാതിക്കമ്മി. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹൽനോബിസ് ആണ്. ഇന്ത്യൻ സ്ഥിതിവിവരശാസ്ത്രത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നും അറിയപ്പെടുന്നത് PC മഹൽനോബിസ് ആണ്. 1893 ജൂൺ 29 കൽക്കട്ടയിലാണ് PC മഹൽനോബിസ് ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജൂൺ 29 ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായി ആചരിക്കുന്നു. PC മഹൽനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ. 1931 കൽക്കട്ടയിലാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹൽനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതി. വ്യാവസായിക പദ്ധതി എന്നും അറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം തന്നെയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1956 മുതൽ 61 വരെയാണ്. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജി തന്നെയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനവും ആളോഹരി വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. ഇദ്ദേഹം ആവിഷ്കരിച്ച ചോർച്ച സിദ്ധാന്തമാണ്. ഡ്രെയിൻ തിയറിയാണ് ഇദ്ദേഹം ആവിഷ്കരിച്ച തിയറി. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ദ വാണ്ട്സ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ, ദ കണ്ടീഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയവ ദാദാഭായ് നവറോജിയുടെ കൃതികളാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യയാണ്. 1861 സെപ്റ്റംബർ 15 കർണാടകയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 15 ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നു. RK ഷൺമുഖൻ ചെട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. 1947 നവംബർ 26 ഇത്. ഇന്ത്യൻ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായിയും. 1950 ഫെബ്രുവരി 28 ഇന്ത്യൻ ലോക്സഭ രൂപവത്കരിച്ചതിന് ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് CD ദേശ്മുഖുമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 112 ബജറ്റിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. വാർഷിക സാമ്പത്തിക പ്രസ്താവന എന്നാണ് ബജറ്റിന് പകരമായി ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം. അടുത്ത ചോദ്യം, ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്കാണ്. ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്തുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്കാണ്. ശരീരത്തിൽ
ഇൻസുലിൻ്റെ അളവ് കുറയുന്നത് മൂലം അധികമായി വരുന്ന ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ എന്നിവ. ഇൻസുലിൻ ആദ്യമായി വേർതിരിച്ചെടുത്തത് 1921 ഫെഡറിക് ബാൻഡും ചാൾസ് ബെസ്റ്റും ചേർന്നാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഹരിതകത്തിൽ ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ്. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ക്ലോറോഫിൽ അഥവാ ഹരിതകം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിലുള്ള ഏറ്റവും കൂടുതൽ മൂലകം ഓക്സിജനാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നേടിയ ആദ്യ വനിത ആരാണ്? മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നേടിയ ആദ്യ വനിത അരുണ ആസഫലിയാണ്. 1997 ഭാരതരത്ന ലഭിച്ച അരുണ ആസഫലിയാണ് മരണാനന്തര ബഹുമതിയായി ഈ പുരസ്കാരം നേടിയ ആദ്യ വനിത. 1909 ജനിച്ച അരുണ ആസഫലി 1996 അന്തരിച്ചത്. 1942 ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫലിയാണ്. 2 തവണ ആക്ടിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ഗുൽസാരിലാൽ നന്ദ, പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാം എന്നിവർക്കും ഭാരതരത്ന ലഭിച്ചത് 1997 തന്നെയാണ്. ഭാരതരത്ന ലഭിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ്. 1971 ഇന്ദിരാഗാന്ധിക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. ഭാരതരത്ന ലഭിച്ച രണ്ടാമത്തെ വനിത മദർ തെരേസയാണ്. മദർ തെരേസയ്ക്ക് ഭാരതരത്ന ലഭിച്ചത് 1980 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തി ആണ് ലാൽ ബഹാദൂർ ശാസ്ത്രി. 1966 ഭാരതരത്ന അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശി. 1987. 1990 ഭാരതരത്ന ലഭിച്ച നെൽസൺ മണ്ടേലയാണ് ഈ പുരസ്കാരത്തിന് അർഹയായ രണ്ടാമത്തെ വിദേശി. അടുത്ത ചോദ്യം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാകുന്ന ആദ്യ വ്യക്തി ആരാണ്? വജാഹുദ് ഹബീബുള്ളയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാകുന്ന ആദ്യ വ്യക്തി. 2005 വിവരാവകാശ നിയമം അനുസരിച്ചാണ് കേന്ദ്ര സംസ്ഥാനങ്ങൾ തലങ്ങളിൽ വിവരാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാതെ എണ്ണം വിവരാവകാശ കമ്മീഷണർമാരും ഉണ്ടാകും. ന്യൂഡൽഹിയിലെ അഗസ്തസ് ക്രാന്തി ഭവനാണ് ആസ്ഥാനം. വജാഹുദ് ഹബീബുള്ളയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറാകുന്ന ആദ്യ വ്യക്തി. ഇന്ത്യൻ പാർലമെൻറ്റ് വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2005 ജൂൺ 15 വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 2005 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനായിരുന്നു ജസ്റ്റിസ് രംഗമിത്ര. ജയന്തി പട്നായിക് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷനും ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷനുമാണ്. താങ്ക് യു.